Hope in Jesus presents Moments of Hope. പ്രത്യാശയുടെ നിമിഷങ്ങൾ. ഇതു പ്രത്യാശയേ, യേശു നൽകുന്ന പ്രത്യാശയേ. 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 ഹലോ, പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന TV പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ എന്ത് തരം വേദനയിലാണെങ്കിലും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇന്ന് നിങ്ങൾ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളോടൊത്ത് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, യേശു തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് നിത്യജീവൻ നൽകും. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും തുടർന്ന് ശ്രദ്ധിച്ചാലും. എല്ലാരും പാടിയാട്ടെ. നീറക്കേണമേ, നീറക്കേണമേ, നീറക്കേണമേ എന്നയേ. പരിശുദ്ധാത്മാവിൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്നയേ. പരിശുദ്ധാത്മാവിൻ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്നെ. ഒരിക്കൽ കൂടെ നിറയ്ക്കണമെന്ന് എല്ലാവരും പറഞ്ഞാട്ടെ. നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ എന്നെ. ഹോപ്പ് ഇൻ ജീസസിന്റെ വിവിധ ശുശ്രൂഷയിലൂടെ യേശു ചെയ്ത അത്ഭുത വിടുതലിന്റെ സാക്ഷ്യം ശ്രദ്ധിച്ചാലും. എന്റെ പേര് ജാൻസി എന്നാണ്. ഞാൻ വിതുര മരുതാമലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. എനിക്ക് തലവേദനയും നടുവേദനയായിരുന്നു. ഇവിടെ വന്നതിൽ എനിക്ക് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്റെ നടുവേദനയും തലവേദനയൊന്നും ഇപ്പൊ ഇല്ല. എന്റെ പേര് ഗിരിജയാണ്, കോവിലൂര്. ഞാൻ ഇവിടെ വെള്ളർഡേന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് നടന്നു വന്നപ്പോൾ തന്നെ എന്റെ നെഞ്ചിന് നല്ല വേദനയായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് 4ാമത്തെ വരിയിലിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ, നെഞ്ചുവേദന അനുഭവപ്പെടുന്ന ഒരു സ്ത്രീയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞപ്പോൾ, There is a sister on the first 4 rows. ആദ്യത്തെ 4 വരികളിലായി ഒരു സഹോദരിയുണ്ട്. You have severe pain on your right side breast. നിങ്ങളുടെ നെഞ്ചിന്റെ വലതുഭാഗത്തായിട്ട് ഒരു വേദനയുണ്ട്. It keeps coming often. അത് ഇടയ്ക്കിടയ്ക്ക് ആ വേദന വരും. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus is healing you. യേശു ഇപ്പോൾ നിന്നെ സൗഖ്യമാക്കുന്നു. Receive the healing in the name of Jesus. യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഇപ്പോൾ പ്രാപിക്കാം. ഞാൻ ആ കർത്താവിൽ നിന്നുള്ള സ്പർശനം അനുഭവിക്കുകയും എന്റെ നെഞ്ചുവേദന പൂർണ്ണമായി മാറുകയും ചെയ്തു. ദൈവനാമത്തിന് ഇതേ അത്ഭുതം ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി യേശു ചെയ്യും. വിശ്വാസത്തോടെ തുടർന്ന് ശ്രദ്ധിച്ചാലും. ഹലോ ആൻഡ് വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് മൊമെന്റ്സ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. Greetings in the precious name of our Lord and Savior Jesus Christ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. I hope all of you are doing good by the blood of Jesus and by the power of the Holy Spirit. യേശുക്രിസ്തുവിന്റെ രക്തത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിങ്ങൾ നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you for tuning into this program to watch us preaching the great good news of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഈ നല്ല സുവിശേഷത്തെ കേൾപ്പാനായി നിങ്ങൾ ഈ പ്രോഗ്രാം ട്യൂൺ ചെയ്തതിനായിട്ട് നന്ദി പറയട്ടെ. From today, I'm basically going to start a series, a study on the Holy Spirit God. ഇന്നു മുതൽ നാം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് നാം ഒരു സീരീസ് എടുക്കാനായി പോകുന്നു. As Christians, we all believe that we believe in a Trinity God, God the Father, God the Son, Jesus Christ, and God the Holy Spirit. ക്രൈസ്തവരായ നാം എല്ലാവരും പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമായ ത്രിത്വത്തിലെ ദൈവത്തെ ആണ് നാം ആരാധിക്കുന്നത്. I would like to classify the whole Bible into 3 eras. വേദപുസ്തകത്തെ ഞാൻ 3 കാലഘട്ടമായി തിരിക്കട്ടെ. Number 1, the era of God the Father.
ഒന്ന് പിതാവായ ദൈവത്തിന്റെ കാലഘട്ടം. Number 2, the era of Jesus Christ the Son. രണ്ട് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം. And number 3, the era of the Holy Spirit God. മൂന്ന് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ കാലഘട്ടം. From Genesis chapter 1 till Matthew chapter 4, when Jesus Christ was baptized, it was God the Father who was in a direct dealing or a direct relationship with God's children. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ മത്തായി 1-ാമത്തെ അധ്യായം വരെ നാം വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്ന പിതാവായ ദൈവം തന്റെ മക്കളോട് നേരിട്ട് ഇടപെട്ടതായി നമുക്ക് കാണുവാനായി കഴിയും. From Matthew chapter 4 till Acts of the Apostles chapter 2, when the Pentecost day the Holy Spirit came down, I would like to call that as the era of Jesus Christ the Son, because it was Jesus Christ who was directly dealing or in a relationship with the people of God. മത്തായി 4-ാമത്തെ അധ്യായം മുതൽ അപ്പോസ്തലപ്രവൃത്തികളുടെ 1-ാമത്തെ അധ്യായം വരെ വായിച്ചാൽ നമുക്ക് ആ കാലഘട്ടത്തെ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം എന്ന് നമുക്ക് വിളിക്കുവാനായി കഴിയും. അവിടെ യേശു തന്റെ ജനവുമായി നേരിട്ട് ഇടപെട്ടതായി കാണുവാനായി കഴിയും. Acts chapter 2 verse 16 and 17, when Peter stood up with 11, Peter said, "These are the last days." അപ്പോസ്തലപ്രവൃത്തികൾ 2-ന്റെ 16-17 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്, ഇത് അന്ത്യനാളുകൾ ആകുന്നു. Many of us believe that the Bible was not written in the last days, that we are in the last days. അനേകർ ഇങ്ങനെ വിശ്വസിക്കുന്നു, വേദപുസ്തകം എഴുതിയത് അന്ത്യനാളുകളിലല്ല, നാം ആണ് അന്ത്യനാളിൽ ഉള്ളത്. The last days correspond to the era of the Holy Spirit God. എന്നാൽ ഈ അന്ത്യനാളുകൾ അത് പരിശുദ്ധാത്മാവിന്റെ It കാലഘട്ടമാകുന്നു. started from the day of Pentecost, അത് പെന്തക്കോസ്ത് ദിവസം മുതൽ ആരംഭിച്ചു. and it will continue till the second coming of Jesus Christ. അത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോളം അത് നീണ്ടു നിൽക്കും. So which means അതിന്റെ അർത്ഥം we are living in the era of the Holy Spirit God. നാം ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലാകുന്നു. And it is the third person of Trinity, the Holy Spirit, which is in a direct relationship with you and me, because we are living in His era. അത് മാത്രമല്ല, തൃത്വത്തിലെ ദൈവത്തിന്റെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം നേരിട്ട് ഇടപെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. Holy Spirit is the one which brings down the presence of Jesus Christ and God the Father. പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ സാന്നിധ്യത്തെയും പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും നമ്മുടെ മധ്യേ കൊണ്ടുവരുന്നത്. Because Jesus looked at His disciples and said, "I am going away." എന്തുകൊണ്ടെന്നാൽ യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഞാൻ പോകുകയാണ്. It is better that I go. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. Once I go, I will send you another person and he shall be with you. ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ നിങ്ങളോടൊപ്പം കൂടെയിരിക്കും. So it is very important for you and me, as we are living in the last days, as we are living in the era of the Holy Spirit, to really understand who the Holy Spirit God is. അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയേ മതിയാകൂ. The Holy Spirit was present from day one and will be there till forever. പരിശുദ്ധാത്മാവും ദൈവം ആദി മുതൽ ഉള്ളതും അത് എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. God was never created, God was there. ദൈവത്തെ സൃഷ്ടിച്ചതല്ല, ദൈവം ഉണ്ടായിരുന്നു. We are created, God was never created, God existed. നാം സൃഷ്ടിക്കപ്പെട്ടവരാണ്, എന്നാൽ ദൈവം ഉണ്ടായിരുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. In the Old Testament there are 88 references to God's Spirit. പഴയ നിയമത്തിൽ നാം നോക്കിയാൽ 88 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ നാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. But there are only 3 times which calls the Spirit of God as the Holy Spirit. എന്നാൽ അവിടെ 3 പ്രാവശ്യമാണ് ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. In the New Testament there are 264 times referring to the Holy Spirit. എന്നാൽ പുതിയ നിയമത്തിൽ 264 പ്രാവശ്യം പരിശുദ്ധാത്മാവ് ദൈവത്തെക്കുറിച്ച് And പറഞ്ഞിരിക്കുന്നു. out of that, Acts refers to 57 times and the epistles refers to 137 times. അതിൽ അപ്പോസ്തലപ്രവൃത്തികൾ 57 പ്രാവശ്യവും ബാക്കി നാം ലേഖനങ്ങൾ വായിക്കുമ്പോൾ 136 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നു. So which makes it 80% of the word Holy Spirit is used in the era of the Holy Spirit God. അതിൽ ഏതാണ്ട് 88% പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ കാലഘട്ടത്തിലാണ് ഉപയോഗിച്ചത് എന്ന് കാണുവാനായി കഴിയും. Why is Holy Spirit so important? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വളരെ പ്രാധാന്യതയുള്ളത്? What was the role in all the things happening in the world? ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രാമുഖ്യം എന്താകുന്നു? Number one, it is the Spirit of God which created everything what we see. ഒന്നാമത് ദൈവത്തിന്റെ ആത്മാവാണ് നാം കാണുന്നത് എല്ലാം സൃഷ്ടിച്ചത്. It is the Spirit of God that created us. ദൈവത്തിന്റെ
ആത്മാവാണ് നമ്മെ സൃഷ്ടിച്ചത്. Number 2, രണ്ട്, the prominence of Holy Spirit in our life, in the life of Jesus, in the life of apostles was so important. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുണ്ടായിരുന്ന സ്ഥാനവും അതുപോലെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുണ്ടായിരുന്ന സ്ഥാനവും വളരെ പ്രാധാന്യതയുള്ളതാണ്. Christianity is dependent on two great miracles. ക്രൈസ്തവ ജീവിതം എന്നത് രണ്ട് വലിയ അത്ഭുതങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. Two great miracles which happened only for one time and which will never happen again. രണ്ട് വലിയ അത്ഭുതങ്ങൾ അത് ഒരിക്കൽ മാത്രം സംഭവിച്ചു, ഇനി അത് സംഭവിക്കുകയുമില്ല. Number 1, ഒന്ന്, a virgin becoming a mother. ഒരു കന്യക മാതാവായി തീരുന്നു. Mary, the beautiful virgin, became the mother of Jesus Christ by the power of the Holy Spirit. മറിയ കന്യകയായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ അമ്മയായി പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിപ്പാൻ ഇടയായി തീർന്നു. Matthew chapter 1 verse 20. മത്തായി 1:20, Luke 1:30 to 35. ലൂക്കോസ് 1:30 മുതൽ 35 വരെ. That is number 1 miracle. അതാണ് ആദ്യമായി ഉണ്ടായിരുന്ന അത്ഭുതം. The second miracle, രണ്ടാമത്തെ the അത്ഭുതം, Holy Spirit raised up a dead person and that person is still alive. His name is Jesus Christ. പരിശുദ്ധാത്മാവ് മരിച്ച ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇന്നും ജീവിക്കുന്ന യേശു. There are many people who are raised up from their deaths, but I am sure they will have to pass away in this world, because that's what the Bible says. Even Lazarus would have died, even Tabitha would have died. Many people who are raised up in the Bible would have passed away, but there is only one person in the whole world who died and who was risen again by the power of Jesus Christ, and he is Jesus himself. വേദപുസ്തകത്തിൽ അനേകര് മരിച്ചത് ഉയർത്തെഴുന്നേറ്റത് കാണുവാൻ കഴിയും, എന്നാൽ അവരെല്ലാവരും വീണ്ടും മരിക്കേണ്ടി വന്നു. എന്നാൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ഏക വ്യക്തി യേശു മാത്രമാകുന്നു. It is by the power of the Holy അത് Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ The സംഭവിച്ചു. entire Christianity, the entire Bible is dependent on these two great miracles which the world has witnessed as history. ക്രിസ്ത്യാനിത്വവും അതുപോലെ നമ്മുടെ ജീവിതവും പൂർണ്ണമായിട്ടും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തിലാകുന്നു. Hallelujah. Hallelujah. And these two miracles were done by the power of the Holy Spirit God. ഈ രണ്ട് അത്ഭുതങ്ങളും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ ശക്തിയാലാണ് സംഭവിച്ചത്. That is the reason we need to study hard on what is the importance of the Holy Spirit. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജീവിതത്തിലെ പ്രാമുഖ്യത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടിയിരിക്കുന്നത്. The birth of Jesus was powered by the Holy Spirit. യേശുവിന്റെ ജനനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ Now സംഭവിച്ചു. we go on to the baptism of Jesus Christ. ഇപ്പോൾ നാം യേശുവിന്റെ സ്നാനത്തിലേക്ക് നാം പോയാൽ, Jesus was born as a Jew, യേശു ഒരു യഹൂദനായി ജനിച്ചു. but John the Baptist introduced us something new thing called baptism in water. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ജലത്തിലെ സ്നാനത്തെ അവിടെ പരിചയപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. And Jesus was one among them to be baptized. യേശു അതിനോടൊപ്പം സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. Why did Jesus take baptism? എന്തുകൊണ്ടാണ് യേശു സ്നാനപ്പെട്ടത്? Baptism is only for sinners, സ്നാനം എന്നത് അത് പാപികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. because baptism is an action of faith, of repentance, confession and believing in Lord Jesus Christ. എന്തുകൊണ്ടെന്നാൽ സ്നാനം എന്നത് അത് മാനസാന്തരത്തിന്റെയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന്റെയും അടയാളമായാണ് ചെയ്യുന്നത്. But Jesus took all the sin of the entire world. എന്നാൽ യേശു ഈ ലോകത്തെ എല്ലാവരുടെ പാപത്തെയും ചുമന്നു. He was baptized. എങ്കിലും യേശു സ്നാനപ്പെട്ടു. And then God said, "This is my son whom I am well pleased with." അപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And the important thing is that the Holy Spirit God was the testimony for that. അത് മാത്രമല്ല, അതിന്റെ സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. Luke chapter 3 verse 21 to 22. ലൂക്കോസ് 3:21-22, Mark 3:16. മാർക്കോസ് 3:16. The Holy Spirit came upon Jesus Christ the moment he was water baptized. പരിശുദ്ധാത്മാവ് യേശു സ്നാനപ്പെട്ട അതേ സമയം വരുവാനായിട്ട് ഇടയായി തീർന്നു. And what did the Holy Spirit do after that? അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? If you read Acts chapter 10 verse 38, അപ്പോസ്തലപ്രവൃത്തികൾ 10:38 the വായിച്ചാൽ Bible says, വേദപുസ്തകം പറയുന്നു, God anointed Jesus with the Spirit and he went around doing good and healing the sick. ആ ഭാഗം നാം വായിക്കുമ്പോൾ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച്
കടന്നുപോയി നന്മ ചെയ്തതായി കാണുവാനായി കഴിയും. Which means it was the Holy Spirit God which powered the ministry of Jesus Christ. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ശുശ്രൂഷയിൽ ശക്തി കൊടുത്തതായി നമുക്ക് കാണുവാൻ And that is the reason the Bible does not mention any miracle that Jesus did till the age of 30 when he was water baptized. There is no miracle mentioned in the Bible because he was not powered by the Holy Spirit. The moment he took baptism, God sent the power of the Holy Spirit on Jesus Christ and he became a power source. അതുകൊണ്ടാണ് 30ാമത്തെ വയസ്സുവരെ യേശു സ്നാനപ്പെടുന്ന സമയം വരെ യേശു അത്ഭുതങ്ങളെ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി. Then Jesus is led into the wilderness for temptation. അതിനുശേഷം യേശു ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. Luke 4:1 says Jesus was filled with the Holy Spirit. ലൂക്കോസ് 4:1 പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് യേശു മരുഭൂമിയിൽ നിന്ന് കടന്നു വന്നതായിട്ട് നമുക്ക് കാണാം. Matthew 4:1 it was the Spirit of God, the Holy Spirit which led Jesus into the wilderness for temptation. മത്തായി 4:1 നാം വായിക്കുമ്പോൾ യേശുവിനെ ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കുന്നതായിട്ട് കാണുവാനായി കഴിയും. Luke 4:14 and 15 the Bible says Jesus returned in the power of the Holy Spirit. ലൂക്കോസ് 4:14 നാം വായിക്കുമ്പോൾ അവിടെ നിന്നും യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് വരുന്നതായി കാണുവാൻ കഴിയും. Luke 4:16 to 21 Jesus goes to a Jewish synagogue. He opens up the scroll and he says the Spirit of the Lord is upon me. ലൂക്കോസ് 14:16 മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ അവിടെ യേശു അവിടെ ഉണ്ടായിരുന്ന ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ചുരുളുകൾ തുറന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ഉണ്ടായിരുന്ന പ്രവചനം വായിക്കുന്നത് കാണുവാൻ കഴിയും. He says the Spirit of the Lord is upon me. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് ചുരുളുകളിൽ നിന്ന് വായിപ്പാൻ ഇടയായി തീർന്നു. Luke 10:21 the Bible says Jesus rejoiced in the Holy Spirit. ലൂക്കോസ് 10:21 പരിശുദ്ധാത്മാവിനാൽ യേശു ആനന്ദിച്ചു എന്ന് കാണുവാൻ കഴിയും. Matthew chapter 12 verse 8 Jesus said I drive out these demonic spirits by the power of the Holy Spirit. മത്തായി 12:18 പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ പുറത്താക്കുന്നത് കാണുവാനായി കഴിയും. Ephesians 1:20 the Bible says it is the power of God the Holy Spirit which raised up Jesus from the dead. എഫേസ്യർ 1:20 നമുക്ക് കാണുവാൻ കഴിയും അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തത്. These verses prove it was the Holy Spirit God which was powering Jesus for his ministry. ഈ വചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ശുശ്രൂഷയിൽ ശക്തിയുള്ളതാക്കി തീർത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. Now the same Holy Spirit God is prominent in our life, in a Christian's life. ഇതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭ്യമാണ്. Number 1, ഒന്ന്, it was the Holy Spirit God which made us a Christian. പരിശുദ്ധാത്മാവാണ് നമ്മെ ഒരു ക്രൈസ്തവനാക്കി മാറ്റിയത്. A Christian is a person who is born again. ക്രൈസ്തവൻ എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു മനുഷ്യൻ. It is not a religious status. അതൊരു മതപരമായ ഒരു സ്റ്റാറ്റസ് അല്ല. Christian is a person who is born again and who obeys the word of God and who lives by the power of the Holy Spirit. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പുതുതായി ജനനം പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ്. And the Holy Spirit God was the major factor behind us being born again. നാം പുതുതായി ജനനം പ്രാപിക്കുന്നതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. John chapter 3 verse 5 to 8 the Bible says it is the Holy Spirit which makes us born again. യോഹന്നാൻ 3:5 മുതൽ 8 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ വീണ്ടും ജനനം പ്രാപിപ്പാനായിട്ട് ഇടയാക്കി തീർക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. Titus chapter 3 verse 4, 5 and 6 the Bible says it is the Holy Spirit which renewed us. തീത്തോസ് 3:4, 5, 6 ഭാഗങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് എന്ന് കാണുവാൻ കഴിയും. John chapter 16 verse 7 and 8 the Bible says it is the Holy Spirit which convicts you of your sin so that you will be able to repent, you will be able to confess and you will be able to water baptize and you will receive the gift of the Holy Spirit. യോഹന്നാൻ 16:7, 8, 9 ഭാഗങ്ങൾ വായിക്കുമ്പോൾ
പരിശുദ്ധാത്മാവാണ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത്. അങ്ങനെ നമുക്ക് പാപബോധം ഉണ്ടാകുകയും അങ്ങനെ നാം മാനസാന്തരപ്പെടുകയും അതിൽ നിന്ന് നാം സ്നാനത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടയാക്കി തീർക്കും. Now once we are born again, we are called a Christian. ഒരിക്കൽ നാം വീണ്ടും ജനനം പ്രാപിച്ചാൽ നമ്മെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കും. The Holy Spirit does not leave us immediately. പരിശുദ്ധാത്മാവ് നമ്മെ ഉടനെ വിടുന്നില്ല. The Holy Spirit is with us. He stays with us for being a successful Christian and to run the race faithfully to eternal life. പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും, നമ്മെ ഒരു ജയാളിയുടെ ഒരു ക്രൈസ്തവ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാനായി. Galatians 5:25, the first part, the Bible says you live in the Holy Spirit. ഗലാത്യർ 5:25 ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുമെന്ന് കാണുവാൻ കഴിയും. Galatians chapter 5 verse 25, B part, the Bible says you walk in the Holy Spirit. പരിശുദ്ധാത്മാവ് 5:25 രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടക്കുമെന്ന് കാണുവാൻ കഴിയും. Romans chapter 8 verse 5 and 6, the Bible says your mind is on the things of the Spirit. റോമർ 8:5-6 നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ നിന്നുള്ള ചിന്തകൾ എന്ന് കാണുവാൻ കഴിയും. Romans 8:12-13, the Bible says it is the Holy Spirit which will help you to put the deeds of your flesh to a death. റോമർ 8:12-13 ഭാഗങ്ങൾ പരിശുദ്ധാത്മാവാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിക്കളയുവാനായിട്ട് ഇടയാക്കി തീർക്കുന്നത്. Romans 8:14 says only those who are led by the Holy Spirit you can be called as the sons of God. റോമർ 8:14 ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Romans 8:26 and 27, the Bible says the Holy Spirit intercedes for us in your prayer. റോമർ 8:26-27 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കും എന്ന് കാണുവാൻ കഴിയും. Ephesians 3:16, the Bible says the Holy Spirit strengthens our inner man. എഫേസ്യർ 3:16 പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ മനുഷ്യന് ബലം കൊടുക്കുമെന്ന് കാണുവാൻ കഴിയും. 2 Corinthians chapter 13:14, 2 കൊരിന്ത്യർ 13:14, Philippians 2:1, ഫിലിപ്പിയർ 2:1. Christian life is a fellowship with the Holy Spirit. ക്രൈസ്തവ ജീവിതം എന്നത് പരിശുദ്ധാത്മാവുമായ കൂട്ടായ്മയിലുള്ള ഒരു ജീവിതമാകുന്നു. It is very important that we have the Holy Spirit God in our life. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവാം ദൈവം ഏറ്റവും അത്യാവശ്യമേറിയതാകുന്നു. This is just an introduction for the series what we are going to learn continuously on the Holy Spirit God. നാം പരിശുദ്ധാത്മാവാം ദൈവത്തെക്കുറിച്ച് ഒരു സീരീസ് പഠിക്കുവാൻ പോകുന്നതിന്റെ ആദ്യത്തെ ക്ലാസ് ആകുന്നു. We learned that we are in the era of the Holy Spirit. നാം പഠിച്ചു നാം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തിലാണ്. Holy Spirit was prominent throughout the ministry of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഉടനീളം നോക്കിയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കാണുവാൻ കഴിയും. And Holy Spirit is prominent in a Christian's life. ഒരു ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം പ്രാമുഖ്യം The വഹിക്കുന്നു. Bible says in Romans, റോമറിൽ ഇപ്രകാരം if you പറയുന്നു, do not have my spirit, നിങ്ങൾ എന്റെ ആത്മാവ് ഇല്ലാത്തവൻ you do not belong to me. എനിക്കുള്ളവനല്ല. We need to cry out for the anointing of the Holy Spirit, the baptism and the power of the Holy Spirit, that we as Christians will be led by the Holy Spirit. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കരയാം, നിലവിളിക്കാം, എനിക്കും കർത്താവേ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടണം. If you do not have Holy Spirit, let me tell you, my dear sister, brother who are watching me on this television, you will not have eternal life, because the Bible clearly states that. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് നിത്യ ജീവൻ അവകാശികളായി തീരുവാൻ Being a കഴിയില്ല. religious Christian will not help you. ഒരു മതപരമായ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് നിങ്ങളെ സഹായിക്കയില്ല. Being a traditional Christian will not help you. ഒരു ചടങ്ങിൽ ആയിരിക്കുന്ന ഒരു ക്രൈസ്തവനായിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ സഹായിക്കയില്ല. You need to have the Holy Spirit, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ because വേണം. He is God Himself. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാകുന്നു. He is the Spirit of Jesus. അത് യേശുവിന്റെ ആത്മാവാകുന്നു. He is God the Father. അത് പിതാവായ ദൈവമാകുന്നു. They are one. അവർ ഒന്നാകുന്നു. And if you miss them, അത് നിങ്ങൾ നഷ്ടമാക്കിയാൽ you cannot have eternal life. നിങ്ങൾക്ക് നിത്യജീവൻ അവകാശികളാക്കുവാൻ The big കഴിയില്ല. question is, അതുകൊണ്ട് ഏറ്റവും വലിയ ചോദ്യം, how do I receive the Holy ഞാൻ Spirit? എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും? Acts chapter 2 verse 38. അപ്പോസ്തലപ്രവൃത്തികൾ 2:38 Repent, മാനസാന്തരപ്പെടുക, be baptized in water നിങ്ങൾ ജലത്തിൽ സ്നാനമെടുക്കുക, for the remission of your sins, നിങ്ങളുടെ പാപങ്ങളുടെ and മോചനത്തിനായി you will receive the power of the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ Can പ്രാപിക്കും. we pray together right now? നമുക്കിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാം.
Close our eyes and look to the Lord in prayer. നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് Thank you, Jesus. നന്ദി യേശുവേ. Thank you, Father. നന്ദി പിതാവേ. Thank you, Holy Spirit. നന്ദി പരിശുദ്ധാത്മാവേ. Thank you for teaching us by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. As we are meditating on who the Holy Spirit is, ആര് പരിശുദ്ധാത്മാവ് എന്നതിനെക്കുറിച്ച് what the Holy Spirit does in our lives, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് what is the importance of the Holy Spirit in our lives. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഞങ്ങളുടെ ജീവിതത്തിലെ Father, let us help us to receive the anointing in the name of Jesus. പിതാവേ യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷേകത്തെ പ്രാപിപ്പാൻ As I pray for the people who are watching me right now on the television, ഇപ്പോൾ ഈ ടിവി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും as they cry out for the anointing right now, അവർ അഭിഷേകത്തിന് വേണ്ടി ഇപ്പോൾ let the നിലവിളിക്കുമ്പോൾ power of the Holy Spirit, God, fill them in the name of Jesus. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ അവരെ നിറയ്ക്കണം. Receive the anointing in the name of Jesus by faith. ഇപ്പോൾ അഭിഷേകത്തെ പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ Thank you, വിശ്വാസത്താൽ പ്രാപിക്കുക. Jesus. Thank you, Jesus. നന്ദി യേശുവേ. As the Bible says, where the Spirit of the Lord is, there is freedom. വേദപുസ്തകം പറയുന്നു എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Let the supernatural freedom do healings right ആ now. പ്രകൃത്യാതീതമായ ആ സ്വാതന്ത്ര്യം ഇപ്പോൾ ഈ ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. Let it give deliverances right now. ജീവിതങ്ങളിൽ ഇപ്പോൾ വിടുതൽ വരട്ടെ. Let it break the bondages which is bound by the devil. പിശാച് അടക്കി വെച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the supernatural name of Jesus. പ്രകൃത്യാതീതമായ യേശുവിന്റെ In the നാമത്തിൽ. powerful name of Jesus. In the glorious name of Jesus. Let the sick people be healed right now by the power of the Holy Spirit. രോഗികളെല്ലാം ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യം Let പ്രാപിക്കട്ടെ. people be delivered from the devil by the power of the Holy Spirit. ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. പിശാചിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ We യേശുവിന്റെ speak നാമത്തിൽ. blessings in the name of Jesus by the power of the Holy ഞങ്ങൾ Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുഗ്രഹം പ്രഖ്യാപിക്കുകയാണ്. People who are in sin, let them repent by the power of the Holy Spirit. പാപത്തിലായിരിക്കുന്നവർ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മനസ്സാന്തരപ്പെടട്ടെ. People who are not ready to repent, let them be convicted by the power of the Holy Spirit. ഇപ്പോൾ പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പാപബോധം ഉണ്ടാകട്ടെ. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Lord. നന്ദി കർത്താവേ. Thank you, Father. നന്ദി പിതാവേ. We give you all the glory and honor. എല്ലാ മാനമഹത്വം അവിടത്തേക്ക് തരുന്നു. In the name of Jesus we pray. യേശുവിന്റെ നാമത്തിൽ Amen പ്രാർത്ഥിക്കുന്നു. and amen. ആമേൻ. I hope you have learned an introduction on the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നാം കേട്ടത്. As we continue the series on the following days on the same channel, same program, same time, തുടർന്ന് ഇതേ ചാനലിൽ ഇതേ സമയത്ത് നാം ഇതിനെക്കുറിച്ച് തുടർന്ന് പഠിക്കുമ്പോൾ please keep watching us. ദയവായി തുടർന്നും ഇത് Take കണ്ടുകൊണ്ടിരിക്കുക. a notebook and a pen and write down all the Bible verses which we are quoting. ഒരു പേപ്പറും പേനയും എടുത്ത് ഈ റെഫറൻസ് എല്ലാം എഴുതിയെടുക്കുക. Put your interest into studying the Word of God, വേദ വചനം പഠിക്കുന്നതിൽ നിങ്ങൾ ആശ്രയിക്കുക. and your life will never be the same. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും God bless you. ദൈവം നിങ്ങളെ See you അനുഗ്രഹിക്കട്ടെ. tomorrow, same time, same channel. Amen and amen. നാളെ വീണ്ടും ഇതേ ചാനൽ ഇതേ സമയത്ത് കാണാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. ഇത് ടെലികാസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ സഹായിച്ചു, പ്രാർത്ഥിച്ചു. അത് അനേകർക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീർന്നു. യേശു അനേകരുടെ കണ്ണുനീർ തുടച്ചു. അതിനെല്ലാം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി അറിയിക്കട്ടെ. ഈ ശുശ്രൂഷയെ സാമ്പത്തികമായി സഹായിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ തുക മണി ഓർഡറായോ ഡ്രാഫ്റ്റായോ ചെക്കായോ സ്ക്രീനിൽ കാണുന്ന ഈ മേൽവിലാസത്തിൽ അയയ്ക്കുക. സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും 100 മടങ്ങ് അനുഗ്രഹം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. 2011 ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഷാർജ, ദുബായ് എന്നീ സ്ഥലങ്ങളിൽ പാസ്റ്റർ ഡോക്ടർ ബോബി മോസസ് ദൈവവചനം പ്രസംഗിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 17 തീയതി ദുബായ്, ഡിസംബർ 19 തീയതി ഷാർജ വർഷിപ്പ് സെന്റർ ഷാർജ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാലും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 1 മണി വരെ പ്രത്യാശ കേന്ദ്രം നെടുമങ്ങാടിൽ ദൈവീക ആരാധനകൾ നടക്കുന്നു. യേശുവിൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും രോഗസൗഖ്യവും വിടുതലും നടക്കുന്ന ആരാധനകളാണ്. നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഈ ആരാധനകൾ www.hopeinjesus.tv എന്ന വെബ്സൈറ്റിലൂടെ ലോകത്ത് എവിടെ നിന്നായാലും നിങ്ങൾക്ക് ലൈവായിട്ട് ഈ പ്രോഗ്രാം കാണാവുന്നതുമാണ്. കാണുക, അനുഗ്രഹിക്കപ്പെടുക. ഞങ്ങളുടെ വിലാസം ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, കവടിയാർ PO, തിരുവനന്തപുരം 3, കേരള, സൗത്ത് ഇന്ത്യ. ഫോൺ നമ്പർ 0471231886. പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി 24 മണിക്കൂറും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്ന നമ്പർ 9446318816, 9446318846.